ഈ ക്രിസ്മസിന് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഡ്രസ്സിന്റെ കളർ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ റെഡ് ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷൻ അല്ലേ, ശരിക്കും ഇതാണോ സ്റ്റാർട്ടിങ്ങിലേ തുടങ്ങിയുള്ള ഒരു കളർ? സ്റ്റാർട്ടിങ്ങിൽ മുതൽ കളർ ഇതാണോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. നമ്മൾ ജനിക്കുന്ന ആ സമയം മുതൽ കണ്ടു തുടങ്ങുന്നത് ഈ റെഡും വൈറ്റും കോംബോ ആണ്. പള്ളിയിൽ പോകുമ്പോഴൊക്കെ കണ്ടു തുടങ്ങുന്നത്. കേട്ടിരിക്കുന്നു ഈ കളറിലാണ്. നമ്മളിപ്പോൾ ഈ ക്രിസ്മസ് പാപ്പ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ എല്ലാവരും എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്ന, ക്രിസ്മസിൻ്റെ തലേ ദിവസം വരുമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന ഈ കഥാപാത്രം ഏതെങ്കിലും റിയൽ ആയിട്ടുണ്ടായിരുന്ന ഒരാളെ ബേസ് ചെയ്തിട്ടാണോ? സെയിന്റ് നിക്കോളാസ്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാമെന്ന് വെച്ചോ. അതായത് ഈ ക്രിസ്മസ് പാപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പെണ്ണാവുകയാണ്, അതായത് ഒരു ഫീമെയിലിനെ ഓറിയൻറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ചാൻസ് തരാണ് ആ ക്യാരക്ടറിന് ഒരു പേര് പറയാൻ. എന്ത് പേര്? സിസ്റ്റർ മേരി. ഈ ക്രിസ്മസ് പാപ്പ ഗിഫ്റ്റ് തരുന്നൊക്കെ നമ്മളിങ്ങനെ മുമ്പൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ശരിക്കും ഇന്നത്തെ കാലത്ത് ക്രിസ്മസ് പാപ്പ ഗിഫ്റ്റ് തരാണോ, ക്രിസ്മസ് പാപ്പ വരുമ്പോൾ നമ്മുടെ പോക്കറ്റ് കാലിയാവുകയാണോ? അത് രണ്ടാമത് വരുന്ന പോയിന്റ് കറക്റ്റ്. അതിനോട് അതാണ് ഞങ്ങൾ യോജിക്കുന്നു 100% യോജിക്കുന്നു. അത് വേണം, അങ്ങനെ കൊടുക്കണോ, പൈസ കൊടുക്കണോ? എന്ത് പാപ്പാനിക്കോ? ഏയ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അതിന്റെ പാട്ട് പാടി പോവാ, അത്ര തന്നെ. കേക്ക് തരിക, പാട്ട് പാടുക, അത്ര മാത്രം മതി. വിഷ് യു മെരി ക്രിസ്മസ്, ഹാപ്പി മെരി ക്രിസ്മസ്, മേരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. ഹായ് ഓൾ, നമുക്കറിയാം എല്ലാ വർഷത്തെയും പോലെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി പുതിയൊരു ക്രിസ്മസ് കൂടി കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്മസിൽ നമുക്ക് ചില ആളുകളിൽ നിന്നൊക്കെ ഈ ക്രിസ്മസ് പാപ്പ പെണ്ണായിരുന്നെങ്കിൽ ആ ക്രിസ്മസ് പാപ്പയ്ക്ക് എന്ത് പേരിട്ടേനെ, ഇല്ലെങ്കിൽ ക്രിസ്മസ് പാപ്പ എന്ന് പറയുന്നത് ശരിക്കും ഉള്ള ഒരാളാണോ, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കുറച്ച് പേരുടെ അടുത്തേക്ക് ഒന്ന് പോയാലോ? നമുക്ക് ചോദിച്ചു പോവാം. ഹായ്. ഹലോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് എത്തി, ക്രിസ്മസിൻ്റെ വെക്കേഷനും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ക്രിസ്മസ് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ? നമ്മൾ ഈ ക്രിസ്മസിന് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഡ്രസ്സിന്റെ കളർ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ റെഡ് ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷൻ അല്ലേ, ശരിക്കും ഇതാണോ സ്റ്റാർട്ടിങ്ങിലേ തുടങ്ങിയുള്ള ഒരു കളർ? സ്റ്റാർട്ടിങ്ങിൽ മുതൽ കളർ ഇതാണോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. നമ്മൾ ജനിക്കുന്ന ആ സമയം മുതൽ കണ്ടു തുടങ്ങുന്നത് ഈ റെഡും വൈറ്റും കോംബോ ആണ്. പള്ളിയിൽ പോകുമ്പോഴൊക്കെ കണ്ടു തുടങ്ങുന്നത്. അറിയില്ല. ഇതായിരിക്കും കാര്യം. മുന്നേ ഉള്ള പപ്പ വന്നതും ഇതേ കളർ കോഡിലല്ലേ? ആണോ? ചെറുപ്പം പണ്ട് മുതലേ ഈ മറ്റേ തേരിലൊക്കെ മറ്റേ നമ്മളൊക്കെ ജനിച്ചൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ജനിക്കുന്നതിനൊക്കെ കുറെ മുമ്പാണെങ്കിൽ ഇത് തന്നെയാണ്. പക്ഷെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇതായിരുന്നില്ല കളർ. കേട്ടിരിക്കുന്നു ഈ കളറിലാണ്. എന്നാൽ നിങ്ങൾ കേട്ടിരിക്കുന്നത് തെറ്റാണ്. ഈ കളറിലായിരുന്നില്ല. സ്റ്റാർട്ടിങ്ങിലെ ക്രിസ്മസ് പാപ്പയുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഗ്രീൻ ആ ഒരു കളറിലാണ് വന്നിരുന്നത്, ഗ്രീൻ ആൻഡ് വൈറ്റ് അങ്ങനെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഒരു ബ്രാൻഡിന്റെ ആഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്തത്. പിന്നെ നമ്മളെല്ലാവരും അതിങ്ങനെ ഏറ്റെടുത്തു, അങ്ങനെയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ ക്രിസ്മസിന് കരോളും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ചില സമയത്തെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ പോലും മേ ബി നിങ്ങളുടെ ചില പാരൻസ് ഫ്രണ്ട്സിന്റെ പാരൻസ് ഒക്കെ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകണ്ട, ഈ ടൈമിൽ പോകണ്ട, ഇങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന 1-2 ഡയലോഗുകൾ. 1-2 ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും വലിയ കുഴപ്പമില്ല, നമ്മളിപ്പോൾ അവർ പോകുന്നുണ്ട് ഇവർ പോകുന്നുണ്ട്, പിന്നെ എന്താ അമ്മേ നമ്മൾ പോയാൽ കുഴപ്പം, അങ്ങനെയൊക്കെയുള്ള മെയിൻ സെയിം ഡയലോഗുകൾ തന്നെ. ഈ ഡയലോഗ് പറയാറുണ്ട് ഇഷ്ടംപോലെ. ഇത്ര നാച്ചുറൽ ആയിട്ട് ഡയലോഗ് പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ക്രിസ്മസ് പാപ്പ എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടർ നമ്മളൊരു മെന്നിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആരാണെന്ന് അറിയാമോ? ക്രിസ്മസ് പാപ്പയോ? അത്രയൊന്നും എനിക്കറിയില്ല. നിക്കോളസ് എന്ന് പറഞ്ഞ ഫാദർ നിക്കോളസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാരക്ടർ വന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ക്രിസ്മസ് പാപ്പ എന്ന് പറയുന്നത്. മേ ബി അതൊരു വുമൺ ആയിരുന്നെങ്കിൽ ഞാനൊരു പേരിടാൻ ചാൻസ് തരികയാണ്. ഇനി ആളെ ഞാൻ ഏൽപ്പിക്കുകയാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രിസ്മസ് ക്യാരക്ടറിന് ഒരു പേരിടണം. ക്രിസ്മസ് പാപ്പയ്ക്ക് പകരം ഫീമെയിലിന് എന്ത് പേരിടും? കാരൽ. വൈ? കാരൽ എനിക്കെന്തോ ഇഷ്ടമാണ് പേര്. ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരുപാട് കേൾക്കുന്നൊരു പേരല്ല, റെയർലി അവിടെ ഇവിടെയൊക്കെ ആർക്കോ കേട്ട പേരാണ് കാരൽ. ഓക്കെ, അപ്പോൾ കുറച്ചൊരു വെറൈറ്റി പേര് പിടിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഈ ക്രിസ്മസ് പാപ്പ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ എല്ലാവരും എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്ന, ക്രിസ്മസിൻ്റെ തലേ ദിവസം വരുമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന ഈ കഥാപാത്രം ഏതെങ്കിലും റിയൽ ആയിട്ടുണ്ടായിരുന്ന ഒരാളെ ബേസ് ചെയ്തിട്ടാണോ? സെയിന്റ് നിക്കോളാസ്. ആൻസർ ആണല്ലോ ഞാൻ ചോദിച്ച് കംപ്ലീറ്റ് ചെയ്തിരുമ്പോൾ എനിക്ക് ആൻസർ കിട്ടി. ഓക്കെ, വെൽ ഡൺ, കറക്റ്റ് വരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. അതൊരു മെയിൽ ആയതുകൊണ്ടാണല്ലോ നമ്മൾ ക്രിസ്മസ് പാപ്പ എന്ന് പറയുന്നത്. സോ ഞാൻ നിങ്ങൾക്കൊരു ചാൻസ് തരികയാണ്. ആ ക്യാരക്ടറിനെ നമ്മളൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആക്കാൻ പോവുകയാണ്. ദെൻ ആ ക്യാരക്ടറിന് നിങ്ങൾ എന്ത് പേര് കൊടുക്കും? നിക്കോളസിനെ ഒന്ന് ഷോർട്ടാക്കി നിക്കോൾ എന്നാക്കാം. ഓക്കെ, കുറച്ച് വെറൈറ്റി നെയിമാണ്.
അപ്പൊ ആരെയൊക്കെ മനസ്സിൽ ഓർത്തിച്ചാണ് ആ പേര് പറഞ്ഞതല്ലേ? ഓക്കെ, നൈസ് സെലക്ഷൻ, നല്ല പേരാണ്. ദെൻ നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ യൂഷ്വലി ക്രിസ്മസ് പാപ്പയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്മസിന് എല്ലാവരും റെഗുലർലി ആയിട്ട് ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ ഇത് യൂഷ്വലി തുടക്കത്തിലേ തുടങ്ങി ഇങ്ങനെ തന്നെ ആയിരുന്നോ, അതോ ഈ കളർ അല്ലാതെ വേറെ ഏതെങ്കിലും കളറൊക്കെ ആയിരുന്നു മുമ്പേ നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത്? ഞങ്ങൾ ജനിച്ചിട്ട് പോലുള്ള വർഷം പോലെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് കാണുന്നത്. സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മൾ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു അങ്ങനെ ഇൻഫർമേഷൻ ഒന്നും കേട്ടിട്ടില്ല അതിനെക്കുറിച്ച്. എങ്കിൽ ഞാൻ പറയാം. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ കോസ്റ്റ്യൂം എന്നൊക്കെ പറയുന്നത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു. പിന്നീട് ഒരു ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്തത്. പിന്നെ നമ്മളതിങ്ങനെ തലമുറയായി ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നു. അത്രേ ഉള്ളൂ അതിൻ്റെ ആ ഒരു പിന്നിലുള്ള ആ ഒരു കാര്യം. ദെൻ ഇനിയിപ്പോൾ ക്രിസ്മസ് വരുന്ന സമയത്ത് ഈ കരോളിലും കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പെൺമക്കളൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളെല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പൊക്കോളം പറയാറുണ്ട്. അങ്ങനെ വിടാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലില്ലേ? അവരോട് എന്താ പറയാനുള്ളത്? പെൺകുട്ടികളെ ഫ്രീ ആയിട്ട് സമൂഹത്തിലേക്ക് ഇറക്കി വിടുക, അവരെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ അനുവദിക്കുക. ലെറ്റ് ദം ലീവ്. ഭയങ്കര ഫ്രീഡം. സമൂഹത്തിലെ ആണുങ്ങളോട് പെണ്ണുങ്ങളെ ബഹുമാനിക്കാൻ പറയുക, അതെ, സ്വാതന്ത്ര്യം കൊടുക്കുക, രാത്രിയാണെന്ന് കണ്ട് അവരെ ചൂഷണം ചെയ്യാതിരിക്കുക. നമുക്കറിയാം ഇപ്പോൾ കരോളിൻ്റെ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ തലേദിവസമൊക്കെ ക്രിസ്മസ് പാപ്പ നമുക്കിങ്ങനെ വരും, നമുക്ക് ഗിഫ്റ്റ് തരും, ഇങ്ങനെയുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ചെറുതിലേ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്നത് ക്രിസ്മസ് പാപ്പ വരുന്നു, ഗിഫ്റ്റ് തരുവാണോ ശരിക്കും ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഗിഫ്റ്റ് തരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതൊരു ക്രിസ്മസ് പാപ്പ ഒന്നും ഗിഫ്റ്റ് തന്നിട്ടില്ല, കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് ഗിഫ്റ്റ് ഈ ക്രിസ്മസ് പാപ്പ വരുമ്പോൾ ഇപ്പൊ മിക്കപ്പോഴും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, ഇങ്ങോട്ട് കിട്ടാറില്ല. അതിനോട് യോജിക്കുന്നുണ്ടോ? തീരെ യോജിപ്പില്ല. ഒരു ക്രിസ്മസ് ഒന്നാമത്തെ ക്രിസ്മസ് ആണ്, ഗിഫ്റ്റുകൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഒരു 1-2 ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇനി കരോൾ വരികയാണെന്നുണ്ടെങ്കിൽ തന്നിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ വീട്ടിലേക്ക് വരുന്ന ക്രിസ്മസ് പാപ്പ ഇത്തവണെങ്കിലും ഒരു ക്രിസ്മസ് എത്തട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ക്രിസ്മസിന് നമ്മളുടെ കാണാൻ വേണ്ടി ക്രിസ്മസ് പപ്പയൊക്കെ വരും. അപ്പോൾ ഈ ക്രിസ്മസ് പപ്പ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അത് ശരിക്കും ഒരാളിൽ നിന്നുണ്ടായതാണോ? ഫാദർ നിക്കോളാസ്. കറക്റ്റായിട്ട് അറിയാലോ ഇതിലൊക്കെ. ഓക്കെ, അപ്പം അത് ഫാദർ നിക്കോളാസ് എന്ന് പറയുന്നത് ഒരു മെയിൽ ആയതുകൊണ്ടാണ് ക്രിസ്മസ് പാപ്പ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതേസമയം ഇതൊരു ഫീമെയിൽ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാൽ? നിങ്ങൾക്ക് ഒരു ചാൻസ് തരാണ്, ഒരു നെയിം കൊടുക്കാൻ. ക്രിസ്മസ് മാമ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസിന് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ കരോള് പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടോ? പള്ളിയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ നൈറ്റ് കരോളിനൊക്കെ പോകാൻ വീട്ടിൽ നിന്നൊക്കെ വിടുമോ? വിടാണ്ടിരിക്കുന്നവരാരും ഇല്ല? നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന വല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവരുടെ ഫാമിലിനെ വിളിച്ചൊന്ന് കൺവിൻസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ അപ്പൊ വിടാത്ത? ക്രിസ്മസിന്റെ തലേ ദിവസം ക്രിസ്മസ് പാപ്പ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വരും, അങ്ങനെയുള്ള കുറെ സങ്കല്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ ക്രിസ്മസ് പാപ്പ കരോളിനൊക്കെ വരാറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഗിഫ്റ്റ് കിട്ടാറുണ്ടോ, അത് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരാറാണോ പതിവ്? കിട്ടാറൊന്നുമില്ല, അങ്ങോട്ട് കൊടുക്കേണ്ടി വരാറുണ്ടോ? നല്ല വിഷമമുണ്ടല്ലോ അതില്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ക്രിസ്മസിന് കാര്യങ്ങൾ തരണം ആഗ്രഹം ഉണ്ടോ? അതുകൊണ്ട് ഗിഫ്റ്റ് കിട്ടാൻ താല്പര്യമാണല്ലോ. താല്പര്യമാണ്. അപ്പോൾ ഈ നമ്മൾ ഈ കരോളിനൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ വിടുമോ? രാത്രി കരോളിന് പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ വിടും? ഞാനൊക്കെ പോയിട്ടുണ്ട്. വിടാറുണ്ടോ? വിടാറുണ്ടോ? ഇല്ല. അത് മറ്റേ പുറത്തുണ്ടല്ലോ ഒരു സ്ഥലം, അത് അവിടെ നിന്ന് വന്നാ സാന്താക്ലോസ് വില്ല അത് അവിടെ ഉണ്ടെന്നാണ് പറയണത്. അവിടെ നിന്ന് ഏതോ ഒരു പുള്ളിനെ ബേസ് ചെയ്തിട്ടാണല്ലോ വന്നത്. ഞാൻ ഇത്ര നാളായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കണതാ. ചേച്ചിക്ക് അറിയോ? എനിക്കും അറിയത്തില്ല. ഞങ്ങക്ക് പേരറിയത്തില്ല, ഞങ്ങൾ കേട്ടിട്ട് തന്നെ ഉള്ളൂ, കേട്ട് പരിചയം. ആർക്കും അറിയത്തില്ല. എന്നാ പിന്നെ ഞാൻ പറയട്ടെ, സെയിന്റ് നിക്കോളസ്. സോ ഈ ക്രിസ്മസിന് നമ്മൾ കരോളിലൊക്കെ പോകുമല്ലോ തലേ ദിവസം, വീട്ടിൽ നിന്നൊക്കെ വിടാറുണ്ടോ? വിടും? വിടില്ല. അപ്പൊ ഇതുപോലെ ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചില സമയത്ത് ഇപ്പോൾ വിടുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ വിടില്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിൽ അവർ വന്ന് പറയില്ലേ, എടാ ഒന്ന് വിളിച്ച് പറയണം, ഒന്ന് കൺവിൻസ് ചെയ്യുന്നു പറയുമ്പോൾ ഈ പാരൻസിനെ വിളിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ? എല്ലാവരും ഉണ്ട്, വിടണം, എന്നെ വിശ്വസിക്കാം, എൻ്റെ കൂടെ വിട്ടോളൂ, ഞാൻ തിരിച്ച് സുരക്ഷിതമായി ഏൽപ്പിക്കും, ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? പറയും. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൊണ്ടുപോകാറുണ്ട്.
സോ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാമെന്ന് വെച്ചോ. അതായത് ഈ ക്രിസ്മസ് പാപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പെണ്ണാവുകയാണ്, അതായത് ഒരു ഫീമെയിലിനെ ഓറിയൻറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ചാൻസ് തരാണ് ആ ക്യാരക്ടറിന് ഒരു പേര് പറയാൻ. നിങ്ങൾ എന്ത് പേര് പറയും? അതായത് ഞാനിപ്പോൾ ആ ക്രിസ്മസ് പാപ്പ ഒരു ഫീമെയിൽ ആണെന്ന് വിചാരിച്ചോ. ഇൻ കേസ് അതൊരു ഫീമെയിൽ ആണ് ആൻഡ് നിങ്ങൾക്ക് ഞാൻ ഈ ക്രിസ്മസ് പാപ്പായ്ക്ക് പകരം ഒരു പേരിടാനുള്ള ഒരു ചാൻസ് തരാം. അപ്പം നിങ്ങൾ എന്ത് പേരിടും? ക്രിസ്മസ് പപ്പാനി. അതെപ്പോഴും നമ്മൾ പറയണതല്ലേ. അതൊരു ഫീമെയിൽ ആണ്. പേരെന്തിടും? എന്താന്ന് സരിക എന്താ പറഞ്ഞേ? നമ്മുടെ ഏരിയയിലുണ്ട്. വേണ്ട വേണ്ട. ഓക്കെ ഒന്നും വേണ്ട. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പിടിക്കേ. വെറൈറ്റി പറയ ലിഡു. നമുക്ക് ലിഡിയുടെ പേരിടാം. ലിഡു എന്നിടാം. വേണ്ട. അപ്പൊ നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കോമ്പിനേഷൻ ഈ റെഡ് ആൻഡ് വൈറ്റ് ഇങ്ങനത്തെ ഒരു കളറാണല്ലോ. അത് മറ്റൊരു കാര്യമല്ലേ ചോദിക്കാൻ. ഓക്കെ, ഇനിയിപ്പോ ഇൻ കേസ് മാറ്റിന്നിരിക്കട്ടെ, ഏത് കളർ കൊടുക്കും? നമുക്ക് ബ്ലൂവും പിങ്ക് എടുക്കാം. ബ്ലൂവും പിങ്കും. അതിന്റെ കാരണം അങ്ങനെയൊന്നുമില്ല, ഒരു വെറൈറ്റി ഇരുന്നോട്ടെ. ഇരിക്കട്ടെ. ഓക്കെ, നമ്മള് ക്രിസ്മസിന്റെ സമയത്ത് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ കേട്ട് വരുന്നൊരു കാര്യമാണ് ക്രിസ്മസ് പാപ്പ വരുമ്പോൾ നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ തരും, അങ്ങനെയൊക്കെ സംഭവം. ശരിക്കും ക്രിസ്മസ് പാപ്പ വന്ന് ഗിഫ്റ്റ് തരാറുണ്ടോ നിങ്ങൾക്ക്? അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങടേക്ക് പോവാണോ ചെയ്യാം? രണ്ടും ഉണ്ടാവില്ലേ, നമുക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് പോവില്ലേ മിഠായിയൊക്കെ എല്ലാവർക്കും കൂടിയിട്ട് ഇങ്ങനെ മിഠായി തരും, അല്ലാതെ ഗിഫ്റ്റായിട്ട് അങ്ങനെ തരാറുണ്ടോ? പിന്നെ എല്ലാവർക്കും കൊടുക്കല്ലേ. പക്ഷെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരാറുണ്ടോ? പൈസ കൊടുക്കേണ്ടി വരും. പൈസ കൊടുക്കേണ്ടി വരാറുണ്ട്. അത് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ആ ഒരു കുട്ടികളൊക്കെ വേണമെന്ന് തോന്നാറുണ്ടോ? കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ആവില്ലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്കൊരു ഫണ്ണാക്കാൻ ചില്ലാക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമ്മളാകുമ്പോൾ നമുക്ക് സ്ട്രെസ് ആവില്ലേ. ഓക്കെ ഓക്കെ. ക്രിസ്മസിന് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ കൊള്ളാൻ തോന്നാറുണ്ടോ? ആരെങ്കിലും ഒക്കെ തരാറുണ്ടോ ഗിഫ്റ്റ് ഒക്കെ? അങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ആ എക്സ്പീരിയൻസ്? നമുക്ക് ക്രിസ്മസ് പരിപാടിയായിരുന്നു, പക്ഷെ കോളേജിൽ എല്ലാവരും ഇറങ്ങിയിരിക്കണം, ആരും നിൽക്കൊന്നും ചെയ്ത് തരുന്നില്ല. അപ്പൊ ക്രിസ്മസ് ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. കുറെ ആയി എല്ലാവരും വീട്ടിലൊക്കെ പോയി ഹോസ്റ്റലിൽ അത് ഇത് എല്ലാവരും വീട്ടിൽ. അപ്പൊ ഈ അങ്ങനത്തെ പരിപാടിക്ക് മിസ് ചെയ്യുന്നുണ്ടോ? സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഇടുക, ഗിഫ്റ്റ് കൊടുക്കുക, ആൾക്കാരെ കിട്ടി അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി. എനിക്ക് അവനെ തരുമോ, എനിക്ക് ഇവളെ തരുമോ, ഇങ്ങനെയുള്ള ക്യൂരിയോസിറ്റീസ് കാര്യങ്ങൾ ഓർമ്മകളൊക്കെ വരാറുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഈ കരോളിനൊക്കെ ക്രിസ്മസ് കരോളിനൊക്കെ പോയിട്ടുണ്ടല്ലോ നൈറ്റ് പോവാറുണ്ടോ? പോയിട്ടുണ്ട്. നിങ്ങൾ ഈ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ അങ്ങനെ വിടാത്ത ചില ഫാമിലീസൊക്കെ ഉണ്ടാവില്ല, ചില ഫ്രണ്ട്സിൻ്റെ, അവരുടെ അടുത്ത് ഇങ്ങനെ പറയും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്ന് വിഷമം പറയാറുണ്ടാവും ചിലപ്പോൾ, എന്നെ വിടത്തില്ല വീട്ടിൽ നിന്ന്, ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പോവണ്ടെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞെന്ന് പറയും. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വരെയാണ്, ഒന്ന് കൺവിൻസ് ചെയ്യുക, അവരെ വിളിച്ചിട്ടൊന്ന് പറ, എന്നെ കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കാൻ പറ എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും നിങ്ങളപ്പോൾ? അവരെ കൺവിൻസ് ചെയ്യാൻ പറയുന്ന കുറച്ച് ഡയലോഗുകളല്ലേ, ഞാൻ സേഫ് ആയിട്ട് നോക്കിക്കോളാം, എന്നെ പോലെ നോക്കാൻ വേറെ ആർക്കും പറ്റില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? കരലിന് പോയി കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന അങ്ങനെയൊന്നും വേണ്ട. എന്തെങ്കിലും അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അടുത്ത വർഷം ജയിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലല്ലോ, ഈ കിട്ടിയ ചാൻസിന് വിടാൻ പറയും. ഇമോഷണൽ സൈഡ് പിടിക്കുകയാണ്. പ്രസന്റ് ടൈമിൽ ആഘോഷിക്കേണ്ടത് പ്രസന്റ് ടൈമിൽ തന്നെ ആഘോഷിക്കണം എന്ന് പറയും. ഓക്കെ, നല്ലൊരു പോയിന്റ് ആണ്. പിന്നെ സിമ്പിളായിട്ട് പറയും. പിന്നെന്താ പറയാ, പോയിന്റ് പറ, അല്ലെങ്കിൽ കുറെ പോയിന്റ് ഇറക്കൂലോ. ഞാൻ പൊന്നു പോലെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം, സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കാന്ന് പറയും. പ്രാർത്ഥന കഴിഞ്ഞ് പാട്ട് കഴിഞ്ഞ് അപ്പ വീട്ടിലെത്തിച്ചിട്ടേ ഉറക്കി കെടുത്തും, പുതപ്പിട്ട് കൊടുക്കും, ഇറങ്ങത്തുള്ളൂ. ഓക്കെ, അടിപൊളി. അപ്പൊ ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെയാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? അതെ 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 അതെ. വളരെയധികം വള്ളികൾ മാത്രം പിടിക്കാറുള്ളൂ. ഓക്കെ, ക്രിസ്മസിന് ഗിഫ്റ്റ് ഒക്കെ കിട്ടാറുണ്ട് എല്ലാവർക്കും? കിട്ടാറുണ്ട്. ഈ ക്രിസ്മസ് പാപ്പ ഗിഫ്റ്റ് തരുന്നൊക്കെ നമ്മളിങ്ങനെ മുമ്പൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ശരിക്കും ഇന്നത്തെ കാലത്ത് ക്രിസ്മസ് പാപ്പ ഗിഫ്റ്റ് തരാണോ, ക്രിസ്മസ് പാപ്പ വരുമ്പോൾ നമ്മുടെ പോക്കറ്റ് കാലിയാവുകയാണോ? അത് രണ്ടാമത് വരുന്ന പോയിന്റ് കറക്റ്റ്. അതിനോട് അതാണ് ഞങ്ങൾ യോജിക്കുന്നു 100% യോജിക്കുന്നു. അത് വേണം, അങ്ങനെ കൊടുക്കണോ, പൈസ കൊടുക്കണോ? എന്ത് പാപ്പാനിക്കോ? ഏയ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. പാട്ട് പാടി പോവാ, അത്ര തന്നെ. കേക്ക് തരിക, പാട്ട് പാടുക, അത്ര മാത്രം മതി. ആ സ്കീം അങ്ങ് എടുത്ത് മാറ്റാം, കൊടുക്കണ്ട. എന്തിനാ കാശ്? പണ്ട് കാലത്ത് കാശ് കൊടുത്തിരുന്ന? ഇല്ലല്ലോ. കേക്ക് തരിക, വൈൻ തരിക, പോവാ, അവർക്ക് അത്രയും മാത്രം പണി. അത് കൊടുത്താൽ മതി. മതി. ഓക്കെ,